എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൽഷദ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത് HSAയുടെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഇനി പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് HSAയുടെ സോഷ്യൽ സയൻസ് വിഭാഗത്തിലുള്ള പ്രധാനപ്പെട്ട ടോപ്പിക്സുകളാണ് ഇനി നമ്മൾ കൂടുതലായി ക്ലാസ് എടുക്കുക. നമ്മൾ ഇതുവരെ കേട്ടിട്ട് കാറ്റഗറി 3 എഴുതുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് കൂടുതൽ ചെയ്തിരുന്നത്. അപ്പോൾ 2021 ജനുവരിയിലെ കേട്ടിട്ട് കാറ്റഗറി 3 എക്സാം കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എക്സാമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യണം. കാരണം നമ്മൾ സോഷ്യൽ സയൻസ് ഭാഗത്തുനിന്ന് ഒരുവിധം ക്വസ്റ്റ്യൻസും നമ്മളെടുത്ത ക്ലാസ്സിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരമായിരുന്നു എന്ന് തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ കേട്ടിട്ട് കാറ്റഗറി 3 ലഭിച്ചവരും ഇനിയിപ്പോൾ മാർക്കിന് ഇപ്പോൾ പാസ്സാവും എന്ന് ഉറപ്പുള്ളവരും ഇനി HSAക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുക പ്രത്യേകിച്ചും സോഷ്യൽ സയൻസ് ക്ലാസ്സുകൾ തന്നെയാണ്. HSAയുടെ പ്രധാനപ്പെട്ട എല്ലാ ടോപ്പിക്സും തന്നെ നമുക്ക് കവർ ചെയ്യാം. ഇനി ഇതുവരെ എക്സാമിന് നോട്ടിഫിക്കേഷനൊന്നും വന്നിട്ടില്ല എങ്കിലും അടുത്ത് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു കാലയളവിനുള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് പഠിച്ചെടുക്കുവാനായിട്ട് HSA പഠിച്ചെടുക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. മാക്സിമം എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും. അതിൻ്റെ മുന്നോടിയായിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തെന്നേ ഉള്ളൂ. ഇതിലൊരു 51 ക്വസ്റ്റ്യനോളാണ്, പകുതി ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പകുതിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 100 ക്വസ്റ്റ്യനാണ് ഉണ്ടാവുക. അതിൽ പകുതിയോളം ക്വസ്റ്റ്യൻസ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. HSAയുടെ പേപ്പറിൽ ഞാൻ പറഞ്ഞു 100 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ ഒരു 20 ക്വസ്റ്റ്യൻ നമ്മളിപ്പോൾ 2016 പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കണ്ടത് ഒരു 20 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വിഷയമല്ല, നമ്മുടെ തന്നെ ഭാഗങ്ങൾ, നമ്മുടെ സോഷ്യൽ സയൻസ് ഭാഗങ്ങളും അതുപോലെ തന്നെ BEdൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു 20 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഉണ്ടാവുക. ബാക്കി 80 ക്വസ്റ്റ്യൻസും മലയാളത്തിൽ തന്നെയാണ് ഉണ്ടാവുക. എല്ലാം ഒരുവിധം ക്വസ്റ്റ്യൻസും SCERT സിലബസിലെ 8 തൊട്ട് 12 വരെയുള്ള ക്ലാസ്സുകളിൽ നിന്നായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും 8, 9, 10, +1, +2 ഈ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ തീർച്ചയായിട്ടും വായിച്ചിരിക്കണം. കാരണം അത്ര ഏറ്റവും ഭൂരിഭാഗവും ആ ഒരു ഭാഗത്തു നിന്ന് തന്നെയാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ടെക്സ്റ്റ് വായന നിർബന്ധമായിരിക്കണം. നമ്മളെല്ലാ പാഠങ്ങളും ഇപ്പോൾ ഒരുവിധം പാഠങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇനി എടുക്കാത്ത ഭാഗങ്ങളും കൂടെ നമ്മൾ ക്ലാസ് എടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ സിലബസിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സുകളും ക്ലാസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പല കുട്ടികളും എന്നോട് കമൻറ്റ് ചെയ്തിരുന്നു അവർ ഈ അടുത്ത കാലത്താണ് ഈ ചാനലിനെ കുറിച്ച് അറിഞ്ഞത് എന്നൊക്കെ. അപ്പോൾ എനിക്ക് എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഫ്രണ്ട്സിനും മാക്സിമം ഈ ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് മറ്റുള്ളവർക്കും കൂടെ ഉപകാരമായി തീരേണ്ടതിന് നിങ്ങളുടെ ഭാഗത്തുനിന്നൊരു സഹകരണം പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഈശ്വര പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. പ്രധാനപ്പെട്ട അതിലുള്ള ക്വസ്റ്റ്യൻസും ആ ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഓഫ് ട്രാവൻകൂർ. ഇവിടെ ശ്രദ്ധിക്കണം, ദ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ഓഫ് ട്രാവൻകൂർ ആണ്. വാസ് ഇഷ്യൂഡ് ഓൺ, അപ്പോൾ അത് 1936 1936 ട്രാവൻകൂറിലെ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ 1936 ആണ്. അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ഈ ക്വസ്റ്റ്യൻ. ട്രാവൻകൂറിലെ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ 1936 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ബുക്ക് റിട്ടൺ ബൈ സ്വാമി ദയാനന്ദ സരസ്വതി. ഈ താഴെ തന്നിരിക്കുന്നതിൽ സ്വാമി ദയാനന്ദ സരസ്വതി എഴുതിയ ബുക്കുകളാണ്. ബുക്ക് ഏതാണെന്നാണ് ചോദ്യം. ഇതിൽ സത്യാർത്ഥ പ്രകാശാണ് തന്നിരിക്കുന്നതിൽ. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ബുക്ക് സത്യാർത്ഥ പ്രകാശാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ഓൺലി മലയാളി ഹൂ ബിക്കെയിം ദ പ്രസിഡൻറ്റ് ഓഫ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഇൻ 1897. 1897 ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ആയിരുന്ന മലയാളി ആരായിരുന്നു എന്നതാണ് ചോദ്യം. നമ്മളിതൊക്കെ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിനെ കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ അതിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ക്ലാസ് എടുത്തിരുന്നു. അതിലും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ ആ ക്ലാസ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. അപ്പോൾ അതിൻ്റെ ഉത്തരം സർ സി ശങ്കരൻ നായരാണ്. ചേറ്റൂർ ശങ്കരൻ നായർ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? സർ സി ശങ്കരൻ നായരാണ്. ഈ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ടുള്ള ഏക മലയാളി എന്ന് പറയുന്നത് ഈ സർ സി ശങ്കരൻ നായരാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 1897
ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന മലയാളി ശങ്കരൻ നായരാണ്. ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യൻ ടെമ്പിൾ പ്രൊക്ലമേഷൻ ഓഫ് ട്രാവൻകൂർ 1936 ഇതെല്ലാം തന്നെ ടെക്സ്റ്റ് ബുക്കിൽ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞതാണ്. അപ്പോൾ ആ ക്ലാസ്സുകളെല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ നന്നായി ഒന്നും കൂടെ കേട്ടവർ വീണ്ടും പഠിച്ചു വയ്ക്കുക. കാരണം നമ്മൾ കേട്ടിട്ടൊക്കെ വേണ്ടി പഠിച്ചു കഴിഞ്ഞതാണ് എങ്കിലും ആ ക്ലാസ്സുകളൊക്കെ വീണ്ടും കേൾക്കുക. കാരണം മെമ്മറിയിൽ നിന്ന് നമുക്കത് മറന്നു പോവാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം ഇതൊക്കെ ഈ ഭാഗത്തു നിന്ന് തന്നെയാണ് HSAക്കും ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിക്കുക. അപ്പോൾ അതുകൊണ്ട് ആ 8, 9, 10 അതുപോലെ തന്നെ +1, +2 എന്നീ ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ നന്നായി വായിച്ചിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ദ കിഴിയൂർ ബോംബ് കേസ് വാസ് ഇൻ കണക്ഷൻ വിത്ത്. കിഴിയൂർ ബോംബ് കേസ് ഈ തന്നിട്ടുള്ള കാര്യത്തിൽ ഏതുമായിട്ട് ബന്ധമുള്ളതാണെന്നാണ്. നമുക്കറിയാം ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആണ്. അത് നമ്മൾ ക്ലാസ്സിൽ എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് ആണ്. ദ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണ് ഈ കിഴിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത്. ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട സംഭവമാണ് കിഴിയൂർ ബോംബ് കേസ്. അടുത്ത ക്വസ്റ്റ്യൻ ദ ഹിസ്റ്റോറിക് പ്ലേസ് ഓഫ് കുണ്ടറ ഈസ് സിറ്റുവേറ്റിംഗ് ഇൻ ദ ഡിസ്ട്രിക്ട് ഓഫ്. അപ്പോൾ നമ്മൾ കുണ്ടറ വിളംബരമൊക്കെ പഠിച്ചിട്ടുണ്ട്. അത് ആരും നടത്തിയെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിൽ ഈ കുണ്ടറ എന്ന സ്ഥലം എവിടെയാണെന്നുള്ളത്, ഏത് ഡിസ്ട്രിക്റ്റിലാണ് എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഏതാണ്? കൊല്ലം ഡിസ്ട്രിക്റ്റാണ്. കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് കുണ്ടറ എന്ന് പറയുന്ന സ്ഥലം. അടുത്തത് അൽ അമീൻ വാസ് പബ്ലിഷ് അണ്ടർ ദ എഡിറ്റർഷിപ്പ് ഓഫ്. അൽ അമീൻ എന്ന പുസ്തകം അതിനെക്കുറിച്ചാണ് ചോദിച്ചത്. അതിൻ്റെ ആൻസർ മുഹമ്മദ് അബ്ദുർ റഹ്മാനാണ്. മുഹമ്മദ് അബ്ദുർ റഹ്മാനാണ് ഈ അൽ അമീൻ എന്ന പുസ്തകം പബ്ലിഷ് ചെയ്ത്. അൽ അമീൻ വാസ് പബ്ലിഷ് അണ്ടർ ദ എഡിറ്റർഷിപ്പ് ഓഫ് മുഹമ്മദ് അബ്ദുർ റഹ്മാൻ. അടുത്തത് ദ ബാറ്റിൽ ഓഫ് പ്ലാസി വാസ് ഇൻ ദ ഇയർ. എല്ലാവർക്കും അറിയുന്ന ഒരു ആൻസർ തന്നെയാണ്. 1756 ആണ്. 1757 ദ ബാറ്റിൽ ഓഫ് പ്ലാസി. പ്ലാസി യുദ്ധം നടന്നിട്ടുള്ളത് എപ്പോഴാണ്? 1757. ഇത് നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു HSAയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ നമ്മളെടുത്ത ക്ലാസ്സിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ SCERT ടെക്സ്റ്റിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് ഏതാണ് SCERT ടെക്സ്റ്റ് തന്നെയാണ് കേട്ടറ്റിന് വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് തന്നെയാണ് HSAയുടെ പേപ്പർ നിങ്ങൾ ക്ലാസ്സുകൾ കേട്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മളെടുത്ത ക്ലാസ്സിൽ നിന്ന് HSAയുടെ പേപ്പറിൽ പോലും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ നന്നായി ടെസ്റ്റ് വായിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ഇൻ 1961 ഗോവ വാസ് ലിബറേറ്റഡ് ഫ്രം. നമ്മൾ പഠിച്ചിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോയതിന് ശേഷവും കുറേ പ്രദേശങ്ങൾ ബ്രിട്ടീഷ് അധീനത്തിലുണ്ടായിരുന്നു എന്നൊക്കെ നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഏതാണ്? അതിൽ ഈ ഗോവ ലിബറേറ്റഡ് ആയത് ആരിൽ നിന്നാണ്? പോർച്ചുഗീസ് എന്നുള്ളതാണ് ഉത്തരം. കൊല്ലം എപ്പോഴാണ്? 1961. അപ്പോൾ ഈ പോർച്ചുഗീസിൻ്റെ അധിനിവേശ പ്രദേശമായിരുന്നു ഗോവ എന്ന് പറയുന്നത്. അത് നമുക്ക് വിട്ടുകിട്ടിയത് 1961. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. 1961 ഗോവ ആരിൽ നിന്നാണ് ലിബറേറ്റ് ആയത്? ആരിൽ നിന്നാണ്? പോർച്ചുഗീസിൽ നിന്നാണ്. ഇതുപോലെ നമ്മൾ ഈ ഫ്രാൻസിൻ്റെ അധിനിവേശത്തിലിരുന്ന ചില പ്രദേശങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏതാണെന്ന് ഓർമ്മയുണ്ടോ? പോണ്ടിച്ചേരി, അതുപോലെ തന്നെ കാരക്കൽ, മാഹി എന്നീ സ്ഥലങ്ങളൊക്കെ ഈ ഫ്രാൻസിൻ്റെ അധിനിവേശത്തിലുള്ള പ്രദേശങ്ങളായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നെയിം ദ ഫൗണ്ടർ ദ സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്വാഭിമാന പ്രസ്ഥാനം. ഇതും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. EV രാമസ്വാമി നായ്ക്കറാണ്. അതായത് ഈ സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് ഫൗണ്ടർ ആരായിരുന്നു? സ്വാഭിമാന പ്രസ്ഥാനം എന്നാണ്. അഭിമാന പ്രസ്ഥാനം. അത് EV രാമസ്വാമി നായ്ക്കറാണ്. അടുത്ത ക്വസ്റ്റ്യൻ ദ ഗ്രാൻഡ് ഓൾഡ് മാൻ ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് വാസ്. ഇത് നമ്മൾ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ഗ്രാൻഡ് ഓൾഡ് മാൻ? വന്ധ്യവയോധികൻ എന്ന് പറയുന്നത് ആരെയാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ തിയറിയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് ഈസ് സിറ്റുവേറ്റിംഗ് അറ്റ്. ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. ആൻസർ കാഠ്മണ്ഡു ആണ്.
അതിൻ്റെ ആൻസർ ത്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള എവിടെയാണ്? കാഠ്മണ്ഡുവിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഡെൻമാർക്ക്. ഡെൻമാർക്കിൻ്റെ ക്യാപിറ്റലാണ് കോപ്പൻഹാഗൻ ആണ് ഈ ഡെൻമാർക്കിൻ്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഡാഷ് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഡെൻമാർക്ക്, കോപ്പൻഹാഗൻ. അടുത്തത്, ഫ്ലോയിഡ് മെയ്വെദർ ഈസ് റിന്യൂഡ് നെയിം ഇൻ ദ ഫീൽഡ് ഓഫ് ബോക്സിംഗ് ആണ്. ഫ്ലോയിഡ് മെയ്വെദർ ഈസ് റിനൗഡ് നെയിം ഇൻ ദ ഫീൽഡ് ഓഫ് ബോക്സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ നോർമൽ കേസ് ദ പീരീഡ് അലൗഡ് ടു ഫർണിഷ് ഇൻഫർമേഷൻ ബൈ ദ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ അണ്ടർ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഈസ്. ദ നോർമൽ കേസ് ദ പീരീഡ് അലൗഡ് ടു ഫർണിഷ് ഇൻഫർമേഷൻ ബൈ ദ പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ അണ്ടർ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്. ഈ വിവരാവകാശ നിയമപ്രകാരം ഇപ്പം നമ്മളൊരു ഒരു വിവരം അറിയാനായിട്ട് നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ആ വിവരം അവർ തരണം എന്നുള്ളതിനെ കുറിച്ചാണ്. എത്ര ദിവസമാണ്? 30 ഡേയ്സാണ് അതിന് ഉള്ള കാലാവധി. അത് കഴിഞ്ഞ് ഇത് തന്നിട്ടില്ലെങ്കിൽ എന്താണ്? ഇവർ പിഴ അടയ്ക്കേണ്ടി വരും. അപ്പോൾ 30 ഡേയ്സാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ ഓദർ ഓഫ് ഏഷ്യൻ ഡ്രാമ. ഏഷ്യൻ ഡ്രാമയുടെ ഓദർ ആരാന്നുള്ളതാണ്. ഗുണാർ മിർഡാളാണ്. ഗുണാർ മിർഡാളാണ് ഏഷ്യൻ ഡ്രാമയുടെ ഓദർ. അടുത്ത ക്വസ്റ്റ്യൻ, എഡ്യൂക്കേഷൻ വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ കൺകറൻറ്റ് ലിസ്റ്റ് ഇൻ ദ ഇയർ. എഡ്യൂക്കേഷൻ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഇയറാണ് ചോദിച്ചിട്ടുള്ളത്. 1976 എഡ്യൂക്കേഷൻ വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ കൺകറൻറ്റ് ലിസ്റ്റ് ഇൻ ദ ഇയർ 1976 ആണ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അപ്രോപ്രിയേറ്റ് ടൂൾ ഫോർ ദ ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. ഇവിടെ നോട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ആൻ അപ്രോപ്രിയേറ്റ് ടൂൾ ഫോർ ദ ഫോർമേറ്റീവ് അസസ്മെൻറ്റ്. ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ ഇതിലൊരു ടൂളാക്കി എടുക്കാൻ പറ്റാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ടേം ടെസ്റ്റാണ്. ബാക്കിയെല്ലാം ലാബ് റിപ്പോർട്ട്, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ക്വിസ് എന്നുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ ഫോർമേറ്റീവ് ഇതിൽ പെടുന്നതാണ്. ടേം ടെസ്റ്റ് പറഞ്ഞാൽ എന്താണ്? അത് ഒരു ടേമിൽ മാത്രമാണ് നടത്തുന്നത്. അപ്പോൾ അതൊരു ഫോർമേറ്റീവ് അസസ്മെൻറ്റിന് ഉള്ളൊരു ടൂളല്ല. അടുത്ത ക്വസ്റ്റ്യൻ, റിലയബിലിറ്റി ഈസ് എ നെസസറി ബട്ട് നോട്ട് സഫിഷ്യൻറ്റ് കണ്ടീഷൻ ഫോർ വാലിഡിറ്റി. The meaning of this statement is reliability is a necessary but not sufficient condition for validity. The meaning of this statement, ഈ താഴെ തന്നിരിക്കുന്നതിൽ ഈ തന്ന സ്റ്റേറ്റ്മെൻറ്റിന് ഉള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ, എ വാലിഡ് ടെസ്റ്റ് വിൽ ഹാവ് എ certain degree of reliability. A valid test will have a certain degree of reliability എന്നുള്ളതാണ്. അടുത്തത്, which of the following is not one of the steps in action research? And answer, developing a standardized tool of measurement എന്നാണ്. Developing a standardized tool for measurement. Which of the following is not one of the steps in action research? Action researchൻ്റെ സ്റ്റെപ്പ് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. Developing a standardized tool for measurement. അടുത്തത്, ടീച്ചർ ആസ് പെർ NCF 2005 ഈസ്. അതായത് ഈ 2005 NCF പ്രകാരം ടീച്ചർ എങ്ങനെയാണെന്നുള്ളതാണ്. ടീച്ചർ എന്തായിരിക്കണം? ഒരു ഫെസിലിറ്റേറ്റർ റോളാണ് ടീച്ചർക്ക്. ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആണ് എന്നുള്ളതാണ് NCF 2005 പ്രകാരം. ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആണ്. ഇപ്പോൾ നമ്മളൊരു ഏകദേശം ഒരു 20 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതെല്ലാം ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ചോദിച്ചിട്ടുള്ളത് എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ സോഷ്യൽ സയൻസ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അതുപോലെ തന്നെ ഈ BEdൻ്റെ ഇപ്പോൾ ചിലപ്പോൾ സൈക്കോളജി അല്ലെങ്കിൽ ഫിലോസഫി അല്ലെങ്കിൽ പെഡഗോജി സബ്ജക്റ്റ്, അതുപോലെ തന്നെ BEdൻ്റെ തന്നെ കോർ സബ്ജക്റ്റുകളുണ്ട്. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ പേപ്പറിൽ വളരെ ചുരുക്കം ക്വസ്റ്റ്യൻസാണ് ആ ഒരു ഭാഗത്തു നിന്ന് കണ്ടിട്ടുള്ളത്. അപ്പോൾ 20 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും വരിക. അടുത്ത 80 ക്വസ്റ്റ്യൻസ് മലയാളത്തിലാണ്. ഇന്നിപ്പോൾ നമ്മളൊരു 50 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനിയൊരു 30 ക്വസ്റ്റ്യൻസും കൂടെ അത് മലയാളത്തിലാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ്. 1020 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കും. പിന്നെയുള്ള 80 മലയാളം ഭാഷയിലായിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം. ചരിത്രത്തിന് ഈ നിർവചനം നൽകിയ പണ്ഡിതൻ ആര്? എന്താണ്? യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം. ഈ നിർവചനം വിൽഡ്യൂറൻറ്റിൻ്റെയാണ് ഈ ഒരു ചരിത്രം. നമ്മൾ വിൽഡ്യൂറൻ്റെ 2 പുസ്തകത്തെക്കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. അതായത് പ്രാചീന ശിലായുഗം എന്ന ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ 2 പുസ്തകത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനൊരു ഡെഫിനേഷൻ നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത്തരം ചരിത്രവുമായി ബന്ധപ്പെട്ട ഡെഫിനേഷനൊക്കെയുള്ള ക്ലാസ്സുകൾ നമുക്ക് വരുന്ന ക്ലാസ്സുകൾ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ പഠിച്ചു വയ്ക്കുക. ആരാണ്? വിൽഡ്യൂറൻ്റ് ആണ്. യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം എന്ന് പറഞ്ഞത് വിൽഡ്യൂറൻ്റ് ആണ്. അടുത്തത് ഈജിപ്തിനെ ഹിക്സോസ എന്ന നാടോടി വർഗത്തിൽ നിന്ന് മോചിപ്പിച്ച 18ാം രാജവംശത്തിൻ്റെ സ്ഥാപകൻ. ഈജിപ്തിനെ ഹിക്സോസ എന്ന നാടോടി വർഗത്തിൽ നിന്ന് മോചിപ്പിച്ച 18ാം രാജവംശത്തിൻ്റെ സ്ഥാപകനാണ്. അതിൻ്റെ ആൻസർ അഹ്മോസ് ആണ്. ഈജിപ്തിനെ ഹിക്സോസ് എന്ന നാടോടി വർഗത്തിൽ നിന്ന് മോചിപ്പിച്ച 18ാം രാജവംശത്തിൻ്റെ സ്ഥാപകൻ അഹ്മോസ് ആണ്. അടുത്തത് തുറമുഖ നഗരം എന്ന പേരിൽ അറിയപ്പെട്ട ഹാരപ്പൻ സാംസ്കാരിക കേന്ദ്രം. നമ്മൾ സിന്ധുനദി സംസ്കാരം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിരുന്നു. നമ്മൾ ആ സംസ്കാരങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഓരോന്നിനെക്കുറിച്ച് പറയുന്നതൊക്കെ നമ്മൾ ഒരുപാട് ഒരു കഥ രൂപത്തിലൊക്കെയാണ് ആ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഏതാണ് തുറമുഖ നഗരം എന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ലോത്തലാണ് തുറമുഖ നഗരം. അടുത്ത ക്വസ്റ്റ്യൻ, BC 27 റോമൻ റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്തത് ആര്? BC 27 റോമൻ റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്തത് ആര്? ഒക്ടേവിയൻ ആണ് ഇതിൻ്റെ ആൻസർ. BC 27 റോമൻ റിപ്പബ്ലിക്കിനെ അട്ടിമറിച്ച് അധികാരം പിടിച്ചെടുത്തത് ഒക്ടേവിയൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നവോത്ഥാന സാഹിത്യത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇറ്റാലിയൻ കവി. നവോത്ഥാന സാഹിത്യത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇറ്റാലിയൻ കവി ഡാന്റെയാണ്. നവോത്ഥാന സാഹിത്യത്തിൻ്റെ പ്രഭാത നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇറ്റാലിയൻ കവിയാണ് ഡാന്റെ. അടുത്ത ക്വസ്റ്റ്യൻ, പ്രതിമത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ വക്താവായിരുന്ന ഇഗ്നേഷ്യസ് ലയോളയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ സ്ഥാപനം സൊസൈറ്റി ഓഫ് ജീസസ് ആണ്. ഇഗ്നേഷ്യസ് ലയോളയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ സ്ഥാപനം സൊസൈറ്റി ഓഫ് ജീസസ് ആണ്. പ്രതിമത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ വക്താവായിരുന്ന ഇഗ്നേഷ്യസ് ലയോളയുടെ നേതൃത്വത്തിൽ രൂപീകൃതമായ സ്ഥാപനമാണ് സൊസൈറ്റി ഓഫ് ജീസസ്. അടുത്തത്, നെപ്പോളിയൻ ബൊണോപ്പാർട്ടിൻ്റെ പരാജയം കുറിച്ച വാട്ടർലൂ യുദ്ധം നടന്ന വർഷം. അപ്പോൾ വാട്ടർലൂ യുദ്ധം നമ്മളതൊക്കെ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന പാഠഭാഗത്തിൽ. അപ്പോൾ അതിൽ ഈ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഈ നെപ്പോളിയൻ്റെ. അപ്പോൾ നെപ്പോളിയനും യൂറോപ്യൻ ശക്തികളുമായി ഉണ്ടായ യുദ്ധമാണ് എന്ത്? വാട്ടർലൂ യുദ്ധം. അതിൻ്റെ കൊല്ലം ഇമ്പോർട്ടൻ്റ് ആണ്, 1815. ആ ഒരു പാഠഭാഗത്തിലെ എല്ലാ വർഷങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പാഠം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിന് പോലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ കേട്ടറ്റ് എക്സാമിന് ചോദിച്ചത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, അത് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ്. നമ്മൾ പഠിച്ചിരുന്നു ഏതാണ്? ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അടുത്തത്, സ്പിന്നിങ് മ്യൂൾ കണ്ടുപിടിച്ചത് ആര്? സ്പിന്നിങ് മ്യൂൾ കണ്ടുപിടിച്ചത് സാമുവൽ ക്രോംപാറ്റനാണ്. സാമുവൽ ക്രോംപാറ്റനാണ് സ്പിന്നിങ് മ്യൂൾ കണ്ടുപിടിച്ചത്. സാമുവൽ ക്രോംപാറ്റൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹവായ് ദ്വീപിലെ അമേരിക്കൻ നാവിക താവളമായ പേൾ ഹാർബറിന് നേരെ ജപ്പാൻ ആക്രമണം നടത്തിയതെന്ന്? December 7, 1941 ആണ്. അപ്പോൾ ഈ ജപ്പാൻ അമേരിക്കയിൽ ഈ പേൾ ഹാർബറിന് ആക്രമണം നടത്തിയത് December 7, 1941 ആണ്. അപ്പോൾ നമ്മൾ കൊല്ലം പഠിക്കുമ്പോൾ ഇതിൽ ഡേറ്റും കൂടെ ഓർത്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. December 7, 1941. അടുത്തത്, മഗധയിൽ കടുത്ത ക്ഷാമമുണ്ടായപ്പോൾ തൻ്റെ അനുയായികളോടൊപ്പം ദക്ഷിണേന്ത്യയിലെ
ശ്രാവണബൽഗോളയിലേക്ക് കുടിയേറിയ ജൈനമത നേതാവ് ഭദ്രബാഹു ആണ്. മഗധയിൽ കടുത്ത ക്ഷാമമുണ്ടായപ്പോൾ തൻ്റെ അനുയായികളുമായി ദക്ഷിണേന്ത്യയിലെ ശ്രാവണബൽഗോളയിലേക്ക് കുടിയേറിയ ജൈനമത നേതാവാണ് ഭദ്രബാഹു. അടുത്ത ക്വസ്റ്റ്യൻ, AD 1191 മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയ രാജാവ്. AD 1191 മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയ രാജാവ് പൃഥ്വിരാജ് ചൗഹാനാണ്. മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയ രാജാവ് പൃഥ്വിരാജ് ചൗഹാനാണ്. AD 1191 മുഹമ്മദ് ഗോറിയെ പരാജയപ്പെടുത്തിയ രാജാവ് പൃഥ്വിരാജ് ചൗഹാൻ. ചരിത്രപ്രസിദ്ധമായ രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1556. അപ്പോൾ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിൻ്റെ ഇയർ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. രണ്ടാം പാനിപ്പത്ത് യുദ്ധം നടന്ന വർഷം 1556. പ്രത്യേകിച്ച് യുദ്ധങ്ങളുടെയൊക്കെ കൊല്ലവർഷം നമ്മൾ മെയിനായിട്ട് ഓർത്തിരിക്കണം. കാരണം അതൊക്കെ പരീക്ഷയ്ക്ക് ഏത് ഭാഗത്തുനിന്നും സാധ്യതയുള്ളതാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങളെല്ലാം തന്നെ നമ്മൾ നന്നായി മനഃപ്പാഠമാക്കി വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, മിത തീവ്രവാദ വിഭാഗങ്ങളുടെ പുനരീകരണത്തിന് വേദിയായ ഏക കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലമാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളതൊക്കെ ക്ലാസ് എടുത്തിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിലെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഒരു 3-4 ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. റൗലത്ത് ആക്ട്, ജാലിയൻവാലാബാഗ്, ചൗരി ചൗര സംഭവങ്ങൾ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, അതൊക്കെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ, മിത തീവ്രവാദി വിഭാഗങ്ങളെ ഒന്നിച്ച ആ സമ്മേളനം ഏതാണ്? ലക്നൗ സമ്മേളനമാണ്. ലക്നൗ സമ്മേളനത്തിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മഹാത്മാഗാന്ധിയെ ആഴത്തിൽ സ്വാധീനിച്ച അൺടോ ദി ലാസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ജോൺ റസ്കിൻ. അപ്പോൾ മഹാത്മാഗാന്ധിയെ ആഴത്തിൽ സ്വാധീനിച്ച ആ ഗ്രന്ഥം ഏതാണ്? അൺടോ ദി ലാസ്റ്റ്. അൺടോ ദി ലാസ്റ്റാണ്. അത് ആര് രചിച്ചതാണ്? ജോൺ റസ്കിനാണ്. ജോൺ റസ്കിൻ്റെ അൺടോ ദി ലാസ്റ്റ് എന്ന ഗ്രന്ഥം ആരെയാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത്? ഗാന്ധിജിയെയാണ്. മഹാത്മാഗാന്ധിയെ ആഴത്തിൽ സ്വാധീനിച്ച അൺടോ ദി ലാസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ജോൺ റസ്കിനാണ്. അടുത്തത്, ഏത് യൂറോപ്യൻ ശക്തിയെയാണ് മാർത്താണ്ഡവർമ്മ കുളച്ചിലിൽ വെച്ച് 1741 പരാജയപ്പെടുത്തിയത്? ഡച്ചാണ്. ഡച്ചുകാരെയാണ്. നമ്മളതൊക്കെ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. 7-ാം ക്ലാസ്സിലൊരു ചാപ്റ്റർ ആയിരുന്നു അത്. അടുത്തത്, ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു? AK ഗോപാലനായിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റനാണ് ചോദിച്ചിട്ടുള്ളത്. AK ഗോപാലനാണ്. അടുത്തത്, 1946 ഐക്യ കേരളത്തിന് വേണ്ടി ചെറുതുരുത്തിയിൽ നടന്ന കാര്യാലോചന യോഗത്തിൻ്റെ അധ്യക്ഷൻ KP കേശവ മേനോനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ തീപ്പൊരികളായിരുന്ന ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജഗുരു എന്നിവരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തൂക്കിലേറ്റിയ ദിവസമാണ് ചോദിച്ചിട്ടുള്ളത്. 1931 മാർച്ച് 23 ഇന്ത്യൻ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ തീപ്പൊരികളായിരുന്ന ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ ബ്രിട്ടീഷ് ഗവൺമെൻറ് തൂക്കിലേറ്റിയ ദിവസം 1931 മാർച്ച് 23. അടുത്ത ക്വസ്റ്റ്യൻ, തിരുകൊച്ചി സംയോജനം നടന്ന വർഷം 1949. അത് ഇമ്പോർട്ടൻ്റ് ആണ്. തിരുകൊച്ചി സംയോജനം നടന്ന വർഷം 1949. അടുത്ത ക്വസ്റ്റ്യൻ, ആദം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച വർഷം 1776. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ആദം സ്മിത്ത് വെൽത്ത് ഓഫ് നേഷൻ എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ച വർഷം 1776. അടുത്ത ക്വസ്റ്റ്യൻ, ഉൽപാദക സാധ്യതാവക്രം കോൺകേവ് രൂപമായിരിക്കാൻ കാരണം? ഉൽപാദക സാധ്യതാവക്രം എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിനെയാണ് പറയുന്നത്. അതിൻ്റെ ആ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കോൺകേവ് രൂപമായിരിക്കാനുള്ള കാരണമാണ് ചോദിച്ചിട്ടുള്ളത്. സീമാന്ത അവസരാത്മക ചെലവ് വർദ്ധിക്കുന്നത് കൊണ്ടാണ്. സീമാന്ത അവസരാത്മക ചെലവ് വർദ്ധിക്കുന്നത് കൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, Q = 10 - 2 × P എന്നത് ഒരു ചോദക വക്ര സമവാക്യവുമായി കരുതുക. വില 3 രൂപയായാൽ ചോദകത്തിൻ്റെ അളവ് എത്ര? ഇവിടെ എന്താണ്? ഇവർ വില തന്നിട്ടുണ്ട്. Q = 10 - 2 × P.
അപ്പോൾ ഇവിടെ വില 3 രൂപയാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷനിൽ പിയുടെ സ്ഥാനത്ത് 3 ഇടുമ്പോൾ 2 × 3 എത്ര വരും? 6 വരും. 10 - 6 = 4 ആണ്. അപ്പോൾ ഇവിടെ Q എന്നത് 4 ആണ് ആൻസർ. അടുത്തത് താഴെ പറയുന്നതിൽ ഏതാണ് സ്ഥിര ചെലവുകളിൽ പെടാത്തത്? ഇന്ധന ചെലവാണ്. താഴെ പറയുന്നതിൽ ഏതാണ് സ്ഥിര ചെലവുകളിൽ പെടാത്തത്? ഇന്ധന ചെലവാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് മൂലധന വസ്തുവായി പരിഗണിക്കുന്നത്? താഴെ പറയുന്നതിൽ അതിൽ ഏതൊക്കെ തന്നിട്ടുണ്ട്? വൈദ്യുതി സേവനം തന്നിട്ടുണ്ട്, ഭക്ഷണ സാധനങ്ങൾ, ഇവയൊന്നുമല്ല. പിന്നെ യന്ത്രങ്ങൾ. ഏതാണ് മൂലധനമായിട്ട് പരിഗണിക്കാൻ പറ്റുന്നതിൽ? യന്ത്രങ്ങളാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് മൂലധനമായിട്ട്? യന്ത്രങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടാത്ത ഏതാണ്? ഏതാണ്? ദ്വിതീയ മേഖലയിലാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്നതിൽ ദ്വിതീയ മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആരോഗ്യമാണ്. താഴെ കൊടുത്തിട്ടുള്ളതിൽ അതിൽ ഏതൊക്കെ കൊടുത്തിട്ടുണ്ട്? വിദ്യുത് ശക്തി, ജലവിതരണം, നിർമ്മാണ പ്രവർത്തനം. അതിൽ ദ്വിതീയ മേഖലകളിൽ പെടാത്തത് ആരോഗ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാണിജ്യ ബാങ്കുകളുടെ പ്രാഥമിക ധർമ്മങ്ങളാണ്. നിക്ഷേപം സ്വീകരിക്കലും വായ്പ നൽകലുമാണ്. വാണിജ്യ ബാങ്കുകളുടെ പ്രാഥമിക ധർമ്മം നിക്ഷേപം സ്വീകരിക്കലും വായ്പ നൽകലുമാണ്. അടുത്തത്, മാധ്യത്തിൽ അരിത്തമെറ്റിക് മീൻ നിന്നുള്ള മൂല്യങ്ങളുടെ അന്തരത്തിൻ്റെ തുക ഏത്? മാധ്യത്തിൽ അരിത്തമെറ്റിക് മീൻ നിന്നുള്ള മൂല്യങ്ങളുടെ അന്തകത്തിൻ്റെ തുക ഏത്? 0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ശ്രേണിയിലെ ഏറ്റവും വലിയ വിലയും ഏറ്റവും ചെറിയ വിലയും തമ്മിലുള്ള അന്തരമാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഒരു ശ്രേണിയിലെ ഏറ്റവും വലിയ വിലയും ഏറ്റവും ചെറിയ വിലയും തമ്മിലുള്ള അന്തരമാണ് റേഞ്ച് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പ്രധാനമന്ത്രി അധ്യക്ഷനായി പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ച വർഷവും തീയതിയും. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. 1950 മാർച്ച് 15-നാണ് പ്ലാനിംഗ് കമ്മീഷൻ രൂപീകരിച്ച വർഷം. 1950 മാർച്ച് 15-നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 51 ക്വസ്റ്റ്യനോളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ബാക്കി 50 ക്വസ്റ്റ്യൻ പിന്നൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അതും സോഷ്യൽ സയൻസ് ഭാഗത്തു നിന്നാണ്. അതിൽ ചില കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി പ്രധാനമായിട്ട് ഈ HSIയുടെ എല്ലാ ടോപ്പിക്സും കവർ ചെയ്യുന്ന ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടാൽ, ഇപ്പോൾ ഒരുപാട് പേര് കാണുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അല്ലാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ചാനലിനെ കുറിച്ച് അറിയാത്തവർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾ ഇപ്പോൾ ഈ കേട്ടിട്ട് കാറ്റഗറി 3 കഴിഞ്ഞവർ നിങ്ങൾക്ക് എക്സാം എങ്ങനെയാണ് ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചൊന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് നിങ്ങളുടെ ആ പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നിങ്ങളത് പാസ്സാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.